ദൈവനാമത്തിന് മഹത്വം. പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥനയെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞാനും എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ, സ്കിൽഡ് വർക്കേഴ്സ്, നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സന്ദേശം സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇനിയും ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഏതാണ്ടൊക്കെ ആയി എന്നോ എന്തൊക്കെയോ ചെയ്തു എന്നോ ചിന്തിച്ച് തൃപ്തി അടയാതെ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. യഥാർത്ഥ തൃപ്തിയെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ആ വചനം. ഇതാണ് അത് 81 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യമാണ്. കർത്താവ് മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭാഷാപ്രയോഗത്തിലെ ഒരു പ്രത്യേക അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലാപമാണ് ഈ വാക്കുകളിൽ കാണുന്നത്. ബട്ട് യു വുഡ് ബി ഫെഡ് വിത്ത് ദ ഫൈനസ്റ്റ് വീറ്റ്. ഐ വുഡ് സാറ്റിസ്ഫൈ യു വിത്ത് ദ സ്വീറ്റസ്റ്റ് ഹണി. മനുഷ്യ, നിന്നെ ഉലകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് നിനക്ക് തന്ന് നിന്നെ തൃപ്തിയോടെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നീ അതിന് തയ്യാറായില്ല. നീ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ തൃപ്തരായി കാണും. പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ പറയാമെന്നല്ലാതെ ഒരു ഡിവൈൻ സാറ്റിസ്ഫാക്ഷൻ, അതൊരു അത്ഭുത രഹസ്യമാണ്. സർവശക്തനായ ദൈവമാണ് പറയുന്നത്, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഈ തേനും ഗോതമ്പുമൊക്കെ ഭക്ഷണ പദാർത്ഥമാണ്. ശരിക്കും ദൈവവചനത്തെക്കുറിച്ചും കൂടെയാണ് ഈ പറയുന്നത്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള തിരുവചനത്താൽ ഞാനും നിങ്ങളും തൃപ്തരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ യുദ്ധങ്ങളെ അവൻ ഏറ്റെടുക്കുന്നു. നമ്മുടെ എതിരാളികളെ അവൻ ഡീൽ ചെയ്യുന്നു. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി: അവിടുത്തെ വാക്ക് കേൾക്കുക, അവിടുത്തെ വഴിയിൽ നടക്കുക. സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തും. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാനുള്ള ക്വാളിഫിക്കേഷൻ സൗമ്യതയാണ്. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കും. എനിക്കിത് പലപ്പോഴും അനുഭവമായിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യാത്രയിൽ മുൻകാലങ്ങളെപ്പോലെയുള്ള ടെൻഷനൊന്നും ഉണ്ടായില്ല. അതിനേക്കാൾ ടെൻഷൻ ഉണ്ടാകാമായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. കൊടും തണുപ്പിൽ അല്പസമയം നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച. സാധാരണ അങ്ങനെ കാലാവസ്ഥ മാറാറില്ല. എന്നാൽ ഇതിനകത്തെല്ലാം എന്നെ ആരോ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നെനിക്ക് നല്ല ബോധ്യം. ഇതാണ് ദൈവിക സംതൃപ്തി. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് നമ്മുടെ തൃപ്തി. നമ്മൾ തൃപ്തരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഈ സന്ദേശത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് ഇതിൻ്റെ പൊരുൾ ഗ്രഹിപ്പിച്ചു കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.